അല്ല സൂര്യ, ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ നിങ്ങളിതിപ്പോ ഒരു കുടുംബമാണോ അതോ യുദ്ധക്കളാണോ? നീ ഒരു മാരകായുധം അങ്ങോട്ട് പ്രയോഗിക്കുമ്പോ ആന്റി തിരിച്ചടിക്കുന്നു. പക്ഷേ ഇത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. ഇത്രയ്ക്കങ്ങ് നീയും കണക്കൂട്ടിയില്ല അല്ലേ? അമ്മ എന്ത് വേണമെങ്കിലും കാണിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ കൺമുമ്പിൽ കാണുന്ന പോലും എനിക്ക് വെറുപ്പാ. എന്നിട്ടാ അവള് നാളെ മുതൽ കമ്പനിയുടെ അധികാര സ്ഥാനത്ത് വരാൻ പോകുന്നത്. ആന്റി കാണിച്ചതൊരു വൻ ആപത്താണെന്ന് എനിക്ക് തോന്നുന്നു. എടാ, അവൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കമ്പനി നിങ്ങളുടെ കുടുംബവും നശിപ്പിക്കണം അവൾ തീരുമാനിച്ച അവളത് തീരുമാനിക്കും. അവളുടെ കണ്ണിലെ പക മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് തിരിച്ചറിഞ്ഞു. നീ നോക്കിക്കോ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരില് എന്റെ അമ്മ കരയുന്ന ഒരു ദിവസം വരും. ഞാനത് കാണുകയും ചെയ്യും. സൂര്യ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പരസ്പരം തോൽപ്പിക്കാൻ തീരുമാനിച്ച് അവസാനം അവൾക്ക് കീഴടങ്ങി കൊടുക്കരുത്. അവൾക്ക് ഈ കളിയിൽ ഒരു നഷ്ടവുമില്ല. നഷ്ടം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിനാണ്. വിവേക്, അമ്മ പറഞ്ഞ അനുസരിച്ച് നാളെ മുതൽ അവളെ കമ്പനിയിൽ വരും. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പത്മ മാഡത്തിന് പകരം കമ്പനിയിൽ വരാനോ? എടാ, വാശിക്ക് വിളിച്ച് പറഞ്ഞാലും ആന്റി അതിന് സമ്മതിക്കത്തില്ല. എടാ, അത് അമ്മയെ നിനക്ക് കൃത്യമായിട്ട് അറിയാത്തോണ്ടാ. അമ്മയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ചിന്ത എങ്ങനെ മിത്രയെ ഉപയോഗിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കാവുന്ന. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾ നാളെ കമ്പനിയിൽ വരും. അങ്ങനെ അവൾ കമ്പനിയിൽ എത്തിയാൽ ഒരൊറ്റ ദിവസം പോലും പൂർണ്ണമായിട്ടും അവിടെ ഇരിക്കാൻ അവളെ അനുവദിക്കാൻ പാടില്ല. കമ്പനിയിലേക്ക് പോണെന്ന് അമ്മ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടില്ലെന്ന് അവള് തന്നെ പറയണം. അല്ല, അതിനെന്താ വഴി? അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. അല്പം മുൻകൂട്ടിയുള്ള പ്ലാനാ. ഇത് വർക്കൗട്ട് ആയാൽ പത്മ മേഡത്തിന്റെ കാര്യത്തില് ഒരു മുൻകരുതൽ വേണം. കാരണം അമ്മ നിലവിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിക്കുമ്പോഴും എന്റെ പേടി നന്ദിനെ കുറിച്ചാ. നീ ഒന്ന് സൂക്ഷിക്കണം. നന്ദിനിക്കൊന്നും സംഭവിക്കില്ലടാ. എന്റെ ജീവൻ കളഞ്ഞാലും അവളെ ഈ ഞാൻ സംരക്ഷിക്കും. കണ്ടോ? നീ എന്തിനാ ചിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലടാ. മുൻപൊരിക്കൽ തോന്നിയിട്ടുണ്ട് നന്ദിനെ പോലെ നിർഭാഗ്യവതിയായ പെൺകുട്ടി വേറെ ഇല്ലാന്ന്. പക്ഷേ നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത് ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് നന്ദിനിയാണെന്ന്. വിടറാ, വിട്. നീ നാളെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കും. നോ പത്മ, ഇതിനു വേണ്ടിത്താണ് എന്ത് ന്യായീകരണം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. മിത്ര ആരാണ്? ഈ കുടുംബമായിട്ട് അവൾക്കുള്ള ബന്ധം എന്താ? സൂര്യയെ തോൽപ്പിക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ അതിനുവേണ്ടി സ്വന്തം കുടുംബത്തെ വേറൊരുത്തിയുടെ കാൽക്കൽ വെച്ച് തൊഴേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നൊന്നും താൻ കേൾക്കുന്നില്ലേ? ഇപ്പൊ എവിടുന്ന് വന്നു നിങ്ങൾക്ക് ഈ ആത്മരോഷമൊക്കെ? ഇന്നലെ പലതവണ പല രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ ഉണ്ടാവുന്നു. അപ്പോ നിങ്ങള് എന്നെ പുച്ഛിച്ച് ചിരിച്ചു. ഞാൻ എന്ത് ചെയ്താലും അത് ജയിക്കാൻ മകന് സാധിക്കുമെന്ന് വിശ്വസിച്ചു.
നന്ദിനിയുടെ സൈനിങ് പവർ തിരിച്ചു വാങ്ങാൻ എന്നെ കൊണ്ട് നടത്താനാവുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി. അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ നിങ്ങളും നിങ്ങളുടെ മകനും കൂടി ആ വേലക്കാരിയുടെ അഭിമാനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അവൾക്ക് മുന്നിൽ എന്നെ വെറും വട്ട പൂജ്യമായിട്ട് ചിത്രീകരിച്ചു. ഇപ്പോഴോ പത്മയുടെ പവർ യൂസ് ചെയ്താൽ ആരെ കൊണ്ടും അതിനെ തടുത്തു നിർത്താൻ പറ്റില്ല. നിർത്തടോ. ഇതിനെ പവർ യൂസ് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, അക്ഷരാർത്ഥത്തിൽ വിവരമില്ലായ്മ എന്നാ. മിത്രയെ കുറിച്ചും അവളുടെ അച്ഛനെ കുറിച്ചും താൻ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? സൂര്യ അവന്റെ സൈനിങ് പവർ എഴുതി കൊടുത്തത് നന്ദിനി എന്നൊരു പാവം പെണ്ണിനാ. നമ്മൾ ആരെക്കാളും കൂടുതൽ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്. മറിച്ച് താൻ ചെയ്തതോ ഉള്ളിൽ പകയായിട്ട് നടക്കുന്ന ഒരുത്തിക്ക് തന്റെ അവകാശം മുഴുവൻ അങ്ങ് എഴുതി കൊടുത്തു. ആര് പറഞ്ഞു മിത്രയ്ക്ക് കുടുംബത്തിനോട് പകയുണ്ടെന്ന്? അവൾക്കേ ഈ കുടുംബത്തിനോട് പകയില്ല. അവളെ ചതിച്ച സൂര്യയോട് പോലും പകയില്ല. ഇപ്പൊ പോലും സൂര്യ വിവാഹം കഴിക്കാൻ അവള് തയ്യാറാ. സൂര്യയെ വിവാഹം കഴിക്കാനോ? അപ്പോ ഈ കച്ചവടത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടോ? ഉണ്ട്. എന്റെ മനസ്സിൽ അന്നും ഇന്നും അവൾ എന്റെ മരുമകള് തന്നെയാ. നിങ്ങള് കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു വേലക്കാരി ഉണ്ടല്ലോ, അവൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ ആ സ്ഥാനത്ത് മിത്ര വരും, സൂര്യയുടെ ഭാര്യയായിട്ട്. പത്മ, ഒരാൾക്ക് തരം താഴുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. എന്തിനാണോ താനിങ്ങനെ സ്വയം ചെറുതാവുന്നത്? പത്മ, ഇത് തീക്കളിയാണ്. ഇതുവരെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബം രണ്ടായിട്ടില്ല. ഇപ്പൊ അതിനുള്ള സാധ്യതയാ കാണുന്നത്. ഓക്കെ, സൂര്യ എന്ത് ചെയ്തു എന്ന് അവൻ എനിക്ക് തെളിയിച്ചു തന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും തെളിയിച്ചു. വേണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാം. നന്ദിനിയിൽ നിന്നും സൈനിങ് പവർ അവൻ തിരിച്ചു വാങ്ങിയ മിത്രയുടെ സൈനിങ് പവർ ഞാനും ക്യാൻസൽ ചെയ്യാം. പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഇനി എനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഓ, സൂര്യ എന്ത് തീരുമാനിച്ചാലും അതിനെ ഞാൻ തടയില്ല. എങ്കിൽ ഞാനിത് ചെയ്തത് അങ്ങ് സഹിച്ചാ മതി. മിത്ര വരും എന്റെ കമ്പനിയിൽ ഞാനിരുന്ന അതേ സ്ഥാനത്ത്. അടുക്കളക്കാരിയാണോ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവളാണോ വലുതെന്ന് മത്സരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം.